ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്ട്രീം ലൈൻ ഫ്ലോയുമായി കണക്ട് ചെയ്തു വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ബെർണോളിസ് തിയറി. ആക്ച്വലി ഇത് ഒരു എനർജി കൺസർവേഷൻ തിയറം തന്നെയാണ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ആൻ incompressible non-viscous fluid in a streamline flow remains a constant. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. മാത്തമാറ്റിക്കലി ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ വർക്ക് എനർജി തിയറം, ഒരു ഫ്ലൂയിഡ് ഫ്ലോയുടെ കേസിൽ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ തിയറം ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പ് നമ്മളിവിടെ ഫിഗറിൽ കാണുന്നുണ്ട്. A1 ആൻഡ് A2 ഇറഗുലർ ക്രോസ് സെക്ഷൻ. ഇതിലെ ഡെൻസിറ്റി, ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി നമ്മൾ റോ എന്നാണ് പറയുന്നത്. സെയിം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഡെൻസിറ്റി ഫ്ലോ. BC/DE എന്നിങ്ങനെ രണ്ട് സെക്ഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. BC എന്ന സെക്ഷനിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ V1 എന്ന വെലോസിറ്റിയോടുകൂടി ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ∆T ടൈം കൊണ്ട് BC എന്ന ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു ∆T. അതുപോലെ തന്നെ DE എന്ന ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ V2 ∆T. അവിടെയുള്ള വെലോസിറ്റി V2 ആണ്. അതുപോലെ ഫസ്റ്റ് ഫേസിലെ പ്രഷർ ഈസ് P1, സെക്കൻഡ് ഫേസിലെ പ്രഷർ ഈസ് P2. രണ്ടും ഹൈ ഡിഫറൻസ് ഉണ്ട്, H1 ആൻഡ് H2. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നൗ ഫസ്റ്റ് കേസ്, ടോട്ടൽ വർക്ക് ഓൺ ദ ഫ്ലൂയിഡ്. The work done on the fluid at the left end is W1 is equal to P1A1 V1 ∆T. V1 ∆T എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫോഴ്സിന് ഇക്വാലൻ്റ് ആയിട്ട് വരുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ P1A1 എന്ന് കൊടുത്തത്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു F ഇൻറ്റു D എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിക്ക് പകരമായി അല്ലെങ്കിൽ എസിന് പകരമായി V1 ∆T, ഫോഴ്സിന് പകരമായി P1A1. ഇനി ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വോളിയാണ്. സോ വി ക്യാൻ റൈറ്റ് W1 ഇസ് ഈക്വൽ ടു P1 ∆V. ഇങ്ങനെയാണ് W1 ഇസ് ഈക്വൽ ടു P1 ∆V എന്ന് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ദ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ദ അതർ എൻഡ്, റൈറ്റ് എൻഡിലാണെങ്കിൽ W2 ഇസ് ഈക്വൽ ടു P2A2 V2 ∆T. ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ∆V. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലും ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്, ഇൻകമിങ് ഫ്ലൂയിഡ് ഔട്ട് ഗോയിങ് ഫ്ലൂയിഡ് എന്നിങ്ങനെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് W2-ന് നമ്മളൊരു നെഗറ്റീവ് സൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. സോ W2 ക്യാൻ ബി റിട്ടൺ ആസ് -P2 ∆V. W1 is already P1 ∆V. Thus, the work done on the fluid at the second end is W2 is equal to -P2 ∆V. So, the total work done on the fluid is given by W1 minus W2 is equal to P1 minus P2 into ∆V. ഇനി നമുക്കറിയാം, a part of this work goes into changing the kinetic energy of the fluid and one part goes into changing gravitational potential energy. ഈ ടോട്ടൽ വർക്ക് ഡൺ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യാനും
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ച് അനലൈസ് ചെയ്യാം. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് റോ, ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ദ പൈപ്പ് in time delta t is, according to equation of continuity, we can write delta m is equal to rho a1 v1 delta t, that is rho delta v. Delta m is equal to rho delta v, that is mass is equal to volume into density എന്ന റിലേഷൻ തന്നെ. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഹൈറ്റ് h1 ഈസ്, ഫസ്റ്റ് ഫേസിൽ u1 is equal to rho g h1 into delta v. Potential energy at height h2 is rho g h2 delta v. Thus, change in gravitational potential energy is delta u is equal to rho g delta v into h2 minus h1. mg h എന്നതിന് പകരം എമ്മിന് പകരമായി നമ്മളിവിടെ റോ ഡെൽറ്റ വി എന്ന് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു. അത്രമാത്രമാണ് വ്യത്യാസം. ദെൻ ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി രണ്ട് ഫേസസിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ട് h2 മൈനസ് h2, ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി ഫസ്റ്റ് എൻഡിലെ ആണെങ്കിൽ ഹാഫ് എം വി വൺ സ്ക്വയർ, മാസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് k1 is equal to half m v1 square is equal to, ഇവിടെയും മാസിന് പകരം നമ്മൾ റോ ഡെൽറ്റ വി എന്ന് കൊടുക്കുകയാണ്. So we can write half rho v1 square delta v. Kinetic energy at the second end is given by k2 is equal to half m v2 square, that is equal to half rho v2 square delta v. Thus, the change in kinetic energy is delta k is equal to half rho delta v v2 square minus v1 square. Now, വർക്ക് എനർജി തിയറം ഉപയോഗിച്ച് നമ്മൾ ഈ മൂന്ന് കേസസും കണക്ട് ചെയ്യാണ്. ഫസ്റ്റ് കേസ് പ്രഷർ എനർജി. അതിൽ P1 മൈനസ് P2 ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഹാഫ് റോ വി v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ പ്ലസ് റോ ജി ഡെൽറ്റ വി h2 മൈനസ് h1. നെക്സ്റ്റ്, dividing each term by delta v. Then we get P1 minus P2 is equal to half rho v2 square minus v1 square plus rho g h2 minus h1. Rearranging, we get P1 plus half rho v1 square plus rho g h1 is equal to P2 plus half rho v1 square plus rho g h2. ഫസ്റ്റ് എൻഡിലുള്ള കേസസൊക്കെ ലെഫ്റ്റിലും സെക്കൻഡ് എൻഡിലുള്ള കേസസൊക്കെ റൈറ്റിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കിട്ടുന്നു. ദിസ് ഈസ് കോൾഡ് ബെർണോളിസ് ഇക്വേഷൻ. ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണെങ്കിൽ h1 is equal to h2 എന്നായിരിക്കും. അപ്പോൾ മുകളിലുള്ള കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കുകയില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം നമുക്ക്. സോ ബെർണോളിസ് തിയറം ബിക്കംസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. നൗ Bernoulli's equation for a stationary fluid.
ഫ്ലൂയിഡ് സ്റ്റേഷനറി ആണെങ്കിൽ, ദാറ്റ് മീൻസ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ വെലോസിറ്റി ഈസ് 0. ആ കേസിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കുകയില്ല. ദസ് ദ ഇക്വേഷൻ ബിക്കംസ് P1 plus rho g h1 is equal to P2 plus rho g h2. Or P1 minus P2 is equal to rho g into h2 minus h1. ഇത് പാസ്കൽസ് ലോയുടെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ്. ഇത്രയൊക്കെയാണ് ബെർണോളിസ് തിയറത്തിൻ്റെ 2 ചെറിയ എക്സ്റ്റൻഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ.